ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്കെതിരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപയും ശക്തിയും ലഭിക്കുന്നതിനു വേണ്ടി ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്ന് നാം ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളിൽ കർത്താവായ ദൈവം തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, തൻ്റെ അത്ഭുതകരമായ കരം നമുക്ക് നേരെ നീട്ടി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാൻ കഴിവുള്ള, ശക്തിയുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 62 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഉരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഒരു നല്ല പ്രഭാതം നിലയെ എഴുന്നേൽപ്പിച്ചതിനോട് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ച് സുഖമായ ഉറക്കം നൽകിയതിനോട് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഞങ്ങളുടെ ചിന്തകളെയും ഇന്ദ്രിയങ്ങളെയും ദൈവസന്നിധിയിൽ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഇന്ന് അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് നിർമ്മലമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടത്തുന്ന വലിയ അത്ഭുതങ്ങളെ മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. കർത്താവായ ദൈവം ഇന്ന് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വിവേചിച്ചറിയുവാൻ അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളോടൊന്ന് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു സ്വന്തമായി ഭവനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്ഥലം വിൽപ്പനയ്ക്കു വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ പ്രശ്നത്തിൽ അവിടെ നിന്ന് തന്നെ ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് വേണ്ടി ഇന്ന് ആശുപത്രികളിലേക്ക് കയറ്റുന്ന എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ മൂർച്ഛിച്ച് ICUയിലും വെന്റിലേറ്റേഴ്സിലും കിടക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ദൈവമേ, മരുന്നോ ലേപന ഔഷധമോ അല്ല രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ വചനമാണ് എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകുന്നത്. കർത്താവെ, രോഗികളുടെ സൗഖ്യമായ ഈശോയെ,
ഇന്ന് എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുത ശക്തി ഇന്ന് രോഗികളെ സ്പർശിക്കണമേ. ആ രോഗകാരണം എന്താണ് എന്ന് അറിഞ്ഞാൽ ദൈവമേ അതിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഏത് കുറവാണെങ്കിലും കർത്താവെ അങ്ങേക്കത് നിറവുകളാക്കി മാറ്റാൻ സാധിക്കുമല്ലോ. ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും ഇടപെടാൻ ശക്തനായ ദൈവമേ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അഭയശിലയും കോട്ടയും. ഒരിക്കലും ഞങ്ങൾ പ്രശ്നങ്ങളുടെ മുൻപിൽ കുലുങ്ങി വീഴാൻ അവിടുന്ന് അനുവദിക്കല്ലേ. ദൈവമേ, ഞങ്ങളെ തകർക്കാൻ വെച്ചിരിക്കുന്ന യാതൊരു കെണിയിലും ഞങ്ങൾ പെടാതെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ വ്യാജമായ സംസാരത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. നുണ പറയുന്ന എല്ലാ നാവുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ, അധരം കൊണ്ട് നല്ലത് പറഞ്ഞ് ഹൃദയം കൊണ്ട് ശപിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയാത്തവരിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം മോചിപ്പിക്കണമേ. ഞങ്ങളുടെ നേരെ അസൂയ വെച്ച് പുലർത്തുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. അവരുടെ നുണകളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കോട്ടയായ ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ. അങ്ങ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകി, ശക്തി നൽകി, അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, കഷ്ടതയുടെ ദിനത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന നാഥ, ഇന്ന് ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ച് മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ദമ്പതിമാരുടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ. ദാമ്പത്യ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും പുനഃസ്ഥാപിക്കണമേ. കർത്താവായ ദൈവമേ, ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിനും അത് സമർത്ഥമായി നൽകുന്നതിനുമാണ് എന്നരുളിച്ചത് ഈശോനാഥ. ഇന്ന് സകല നശീകരണത്തിൻ്റെ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ക്ഷീണവും തളർച്ചയും രോഗപീഠകളും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകമായി ഇന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് സ്നേഹനിധിയായ പരമകാരുണ്യവാനായ ദൈവമാണ്. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് അവിടുത്തെ കാരുണ്യവും അനുഗ്രഹത്തിനും ഞങ്ങൾ പാത്രരാകുന്നതിന് ദൈവമേ, അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകാൻ അങ്ങയുടെ വലതുകരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് വിജയയാത്രയിൽ ഞങ്ങളെ നടത്തണമേ. കർത്താവേ, അചഞ്ചലമായ വിശ്വാസവും പ്രതീക്ഷയും നിശ്ചയദാർഢ്യത്തോടും കൂടെ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന്, ഞങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി ചെയ്തു തീർക്കുന്നതിന് ദൈവമേ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറ്റ് വ്യക്തികളുടെ നിഷേധാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന എല്ലാവരിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. അമിതമായ ചൂടിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, കിണറ്റിൽ വെള്ളം വറ്റിയിരിക്കുന്ന അവസ്ഥയെ ഞാൻ സമർപ്പിക്കുന്നു. അമിതമായ ചൂട് കാരണം കിണറ്റിൽ വെള്ളമില്ലാതെ, വെള്ളം കിട്ടാതെ അലയുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ
അനുഗ്രഹത്തിൻ്റെ നീരുറവകൾ അവരുടെ മേൽ തുറന്ന് ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ, സമൃദ്ധിയാൽ അവരെ നിറയ്ക്കണമേ. വെള്ളമില്ലാത്ത എല്ലാ ദേശങ്ങളിലേക്കും അവിടുന്ന് മഴ പെയ്ച്ച് സമൃദ്ധമായി വെള്ളം നൽകി ഓരോ വ്യക്തിയെയും ജീവജാലങ്ങളെയും വൃക്ഷലതാദികളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരമാധികാരിയായ ദൈവമേ, അങ്ങ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും അങ്ങ് ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞങ്ങളുടെ പാത ദുഷ്കരവും പ്രതിബന്ധങ്ങൾ നിറഞ്ഞതുമാണെങ്കിലും എൻ്റെ കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ, അത്ഭുതങ്ങളുടെ നാഥൻ എൻ്റെ കൂടെയുള്ളതിനാൽ ഏത് നിമിഷവും എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്ന് ഉറപ്പുള്ളതിനാൽ ദൈവമേ, അങ്ങേക്ക് ഞാൻ സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. നിത്യപിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അഭിഷേകം ചെയ്ത് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ തകർച്ചകളെയും തളർച്ചകളെയും എല്ലാ പ്രശ്നങ്ങളെയും കണ്ട് നിരാശരായി പിന്മാറാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ച് ഓരോ നിമിഷവും മുന്നോട്ട് ജീവിക്കുവാനുള്ള ധൈര്യവും കൃപയും ശക്തിയും ബുദ്ധിയും ജ്ഞാനവും ആരോഗ്യവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഇന്ന് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക കുറവുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് വരുമാന മാർഗം നിലച്ചു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ നേരെ നടത്തണം. ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അഭിവൃദ്ധിപ്പെടുത്തി എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം അനുഭവിക്കുവാൻ, മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങളോട് കൃപ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നതിനു വേണ്ടി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, അപ്രതീക്ഷിതമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ ഇന്ന് കാത്ത് സംരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നമ്മോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്നെല്ലാ മേഖലകളിലും നമ്മെ വഴി നടത്തട്ടെ.
അവിടുന്ന് നമുക്ക് സമൃദ്ധിയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.